ഹലോ, വെൽക്കം ഗായ്സ്. നല്ല ഫ്രഷ് കൂന്തൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. നല്ല വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പമുള്ളൊരു കൂന്തൾ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. മീഡിയം ടൈപ്പൊക്കെ കിട്ടാറുണ്ട്. ഇത് കുറച്ച് വലിപ്പം അധികമുണ്ട്. ഇതിലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ല പണിയാണ്, കാരണം ഇതിനകത്തൊരു മഷി ഉണ്ടാവും, അറിയാലോ. അപ്പോൾ അത് ഫുള്ളും കളഞ്ഞിട്ട് അതങ്ങനെ പൊട്ടി വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ കുറേ തവണ കഴുകും. എനിക്ക് ഈ മഷി വരുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കഴുകും. പിന്നെ വലുപ്പവും അധികം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഒരു കൂന്തൾ തന്നെ പകുതിയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് സെറ്റാക്കി എടുക്കുന്നത്. ഒരുപാട് സമയമെടുത്തു ഇത് വൃത്തിയാക്കാൻ. കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെറ്റാക്കി എടുക്കാൻ കുറേ സമയമെടുത്തു. പിന്നെ വീണ്ടും കഴുകിയിട്ടാണ് ഇത് ചെറിയ ചെറിയ പീസസാക്കി മാറ്റുന്നത്. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോഴൊരു സമാധാനം, സാറ്റിസ്ഫാക്ഷൻ. അതിന് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കട്ട് അതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി ചൂടാകുന്നു. വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴന്ന് വരുമ്പോൾ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് സെറ്റാക്കുന്നു. പിന്നെയും വഴറ്റി കൊടുക്കുന്നു. മസാലകൾ ചേർക്കുന്നു. സിമ്പിൾ. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ മുൻപൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. സെയിം പ്രോസസ്സ് തന്നെ, സാധനം മാറിയിട്ട് അത് ചെമ്മീനായെന്ന് തന്നെയുള്ളൂ. പക്ഷേ അങ്ങനെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. വെള്ളം ചേർക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി, കാരണം ഇതിൽ നിന്ന് താനേ വെള്ളം കുറച്ച് വരും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം ഇത് ആഡ് ചെയ്തിട്ട് കൂന്തൾ കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി സെറ്റാക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ കുറച്ച് നേരം വെച്ച് വേവിക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ്, മുട്ടയുടെ വേസ്റ്റൊക്കെ എടുത്ത് ചെടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇടാനൊന്നുമില്ല. കറിവേപ്പില, മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ്. കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.